നമസ്കാരം. 6 പതിറ്റാണ്ടിലധികമായി രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ആദായ നികുതി നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ് കേന്ദ്ര സർക്കാർ. ലളിതമാക്കി കാച്ചിക്കുറുക്കിയ ഭാഷയോടുകൂടിയ അധിക വ്യവസ്ഥകളും വിശദീകരണങ്ങളും നീക്കം ചെയ്തുകൊണ്ട് വരുമാനത്തിന്റെ വിപുലീകൃത നിർവചനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഏറ്റവും പുതിയ ആദായ നികുതി ബില്ലിന്റെ ചില പ്രധാന സവിശേഷതകൾ. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് പിന്നാലെ ഇന്ന് പാർലമെന്റിൽ പുതിയ ആദായ നികുതി ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 1961 പ്രാബല്യത്തിൽ വന്ന നിലവിലെ നിയമത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളോടെയാണ് പുതിയ നിയമത്തിനുള്ള ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതിനായി ബജറ്റിൽ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ 23 അധ്യായങ്ങളിലായി 622 പേജുള്ള ബില്ലിന്റെ കരട് MP-മാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി ഒപ്പുവെക്കുന്നതോടെയാണ് ഇത് നിയമമാക്കുക. ആദായ നികുതി നിയമം 2025 എന്നായിരിക്കും അതിനുശേഷം ഈ നിയമം അറിയപ്പെടുക. എങ്കിലും 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. 298 സെഷനുകളുള്ള നിലവിലെ ആദായ നികുതി നിയമത്തിന് 800ഓളം പേജുകളുണ്ട്. പുതിയ ബില്ലിൽ സെഷനുകളുടെ എണ്ണം 536 ഉയർന്നിട്ടുണ്ട്. നേരത്തെയുള്ള 14 ഷെഡ്യൂളുകൾക്ക് പകരം പുതിയ നിയമത്തിൽ 16 ഷെഡ്യൂളുകളായിരിക്കും ഉണ്ടാവുക. അധ്യായങ്ങളുടെ എണ്ണം 23 തന്നെ നിലനിർത്തുകയും ചെയ്യും. ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ എന്നിവ ഒഴിവാക്കുന്ന പുതിയ നിയമത്തിൽ ടാക്സ് ഇയർ എന്ന ടേം ഉൾപ്പെടുത്തുന്നതും പരിഗണിക്കുന്നുണ്ട്. ഇത് നടപ്പായാൽ നിലവിലെ നിയമങ്ങൾ പറയുന്ന പ്രീവിയസ് ഇയർ എന്ന പദം പുതിയ ബില്ലിൽ ടാക്സ് ഇയർ എന്നായിരിക്കും അറിയപ്പെടുക. അസസ്മെന്റ് ഇയർ എന്ന പ്രയോഗം പാടെ ഒഴിവാക്കുകയും ചെയ്യും. പുതിയ ആദായ നികുതി ബില്ലിന്റെ കരടിൽ നേരത്തെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടിയിരുന്നു. നിയമത്തിലെ ഭാഷാപരമായ പ്രയോഗങ്ങൾ എങ്ങനെ ലളിതമാക്കാം, ആശയക്കുഴപ്പങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിലെല്ലാം ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലാണ് പുതിയ നിയമമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ നികുതി നിയമത്തിന്റെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റമില്ലാതെ എന്നാൽ ലളിതവൽക്കരിച്ച പുതിയ ബില്ലാണ് നാളെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് എത്തുന്നത്. ഉദ്യോഗസ്ഥ ഇടപെടലുകളിലൂടെയുള്ള കാലതാമസം ഒഴിവാക്കാനും പരാതി പരിഹാരം വേഗത്തിൽ സാധ്യമാക്കാനും ആവശ്യമായ മാറ്റങ്ങൾ പുതിയ നിയമത്തിലുണ്ട് എന്നാണ് വിവരങ്ങൾ. വിദേശ ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും കർശനമായ നിയന്ത്രണങ്ങളുമുണ്ട്. ഇതിനായി ജനറൽ ആന്റി അവോയ്ഡൻസ് റൂള് പുതിയ നിയമത്തിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ നികുതി സ്ലാബുകളിലോ റിബേറ്റുകളിലോ മാറ്റം വരുത്തില്ല. എങ്കിലും പഴയ നികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ രാജ്യത്തെ ഔദ്യോഗിക നികുതി വ്യവസ്ഥയായി പുതിയ നികുതി വ്യവസ്ഥ മാറും. അവതരണത്തിനു ശേഷം ബില്ല് പാർലമെന്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി വിടും. ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന 12 മാസ കാലയളവിനെ നികുതി വർഷം എന്ന പുതിയ ആശയത്തിലേക്ക് മാറുകയും അസസ്മെന്റ് വർഷം എന്ന പദം നീക്കം ചെയ്യുകയും ചെയ്യും. പുതിയ ബില്ലിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. പിഴയിലോ പാലിക്കൽ വ്യവസ്ഥകളിലോ വലിയ മാറ്റങ്ങളില്ല. പുതിയ ആദായ നികുതി നിയമം 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട്.